ഹലോ ഗൈസ്, എല്ലാവരും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ ടോപ്പിക് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഓണത്തിന് തന്നെ നല്ല അടിപൊളി ഫോണിൽ വീഡിയോ പറയാൻ പോകുന്നത്. അവ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. അടിപൊളി 3 ഫോണുകൾ നമ്മൾ പിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫോണുകളുടെ ഡീറ്റെയിൽസ് ആയിരിക്കും പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഫോൺ വാങ്ങാവുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. നോക്കിയിട്ട് നിങ്ങൾക്ക് ഏത് ഫോണാണ് ഇഷ്ടപ്പെടുന്നത് ഞാൻ ഫോൺ നിങ്ങൾക്ക് വാങ്ങുന്നുണ്ട്. നല്ല ഫോണുകൾ മാത്രമാണ് പിക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഫോൺ നോക്കുകയാണെങ്കിൽ വിവോ V60 എന്ന് പറയുന്ന ഫോൺ ആദ്യത്തെ ഫോൺ നമ്മൾ പിക്ക് ചെയ്തേക്കുന്നത്. അതിൻ്റെ ക്യാമറയുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ എക്സലൻറ്റ് പെർഫോമൻസ് ആയിരിക്കും. ബാക്കി അതിനോടൊക്കെ അത്യാവശ്യം ആവറേജ് ലെവലാണ് നിൽക്കുന്നത്. ക്യാമറ സീസിൻ്റെ ആണ് ക്യാമറ വരുന്നത്. അത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ക്യാമറയാണ്. വിവോ X100, X200, FE അതിലൊക്കെ ഇറങ്ങിയാണ് സീസണിൻ്റെ ടെക്നോളജിയുടെ ക്യാമറയാണ് ഇറങ്ങിയിരിക്കുന്നത്. അതേ സെയിം സാധനമാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. 50 മെഗാപിക്സൽ വൈഡ് ആംഗിൾ, 8 മെഗാപിക്സൽ അൾട്രാ വൈഡ്, 50 മെഗാപിക്സൽ ടെലിഫോട്ടോ എന്ന് പറയുമ്പോൾ അതിൽ 3x ഒപ്റ്റിക്കൽ സൂമും അവർ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഫ്രണ്ട് ക്യാമറയും 50 മെഗാപിക്സലാണ്. 4K 30 ഫ്രെയിം പെർ സെക്കൻഡ് വരെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ ക്യാമറ നമ്മൾ ഇത്ര അടിപൊളി എന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ അത്രയും അടിപൊളി തന്നെയാണ് ഇതിൻ്റെ ഡിസ്പ്ലേ. AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. മാത്രമല്ല 120 Hz റിഫ്രഷ് റേറ്റും ആ ഡിസ്പ്ലേക്ക് ഉണ്ട്. ഇത് വേരിയൻറ്റുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ 8GB വേരിയൻറ്റ്, 12GB വേരിയൻറ്റ്, 16GB വേരിയൻറ്റ്, ഇത്രയും വേരിയൻറ്റുകളാണ് ഇറങ്ങിയിരിക്കുന്നത്. 8GB ആരും പോയി എടുക്കാൻ നിൽക്കണ്ട. എടുക്കുകയാണെങ്കിൽ 12 അല്ലെങ്കിൽ 16 എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം 8 എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഹാഗും കാര്യങ്ങളൊക്കെ അനുഭവപ്പെടും. മാത്രമല്ല മറിച്ച് വിൽക്കുമ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് 2 വർഷം അല്ലെങ്കിൽ 3 വർഷം കഴിഞ്ഞിട്ട് മറിച്ച് വിൽക്കാൻ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ വിറ്റ് ചെയ്യണമെങ്കിൽ അധികം കാശ് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. 8GB റാം എന്ന് പറയുമ്പോൾ അധികം അത്രയും ആൾക്കാരുണ്ടാവില്ല. അപ്പോൾ 12GB എടുക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലൊരു ഓപ്ഷൻ. ഇനി രണ്ടാമത്തെ ഫോൺ എന്ന് പറയുമ്പോൾ റെഡ്മിയുടെ 50 എന്ന് പറഞ്ഞ ഫോണാണ്. ആ ഫോണിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ 7000 mAh ബാറ്ററി വരുന്നത്. ഇതിന് ഇത്ര കാശ് എന്ന് പറഞ്ഞാൽ അത് ഞെട്ടുന്ന കാര്യമാണ്. കാരണം മാത്രം 7000 mAh ഫോണിലൊക്കെ വരുമ്പോൾ 20,000 തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നത്. മറ്റുള്ള ഫോൺ ഓപ്പോ K30 20,000 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ റെഡ്മി 50 എന്ന് പറയുന്ന സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് 7000 mAh 33 വാട്ട്സ് ഫാസ്റ്റ് ചാർജിങ് വരുന്ന ഈ ഫോൺ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് 15,000 രൂപയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 15,000 രൂപയ്ക്ക് സെഗ്മെൻറ്റിൽ ആകെ ഒരു ഫോൺ മാത്രമുള്ള 7000 mAh അത് ഈ ഫോണാണ്. മാത്രമല്ല ഡിസൈൻ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഡിസൈനാണ്. അതായത് സാംസങ്ങിൻ്റെ സീരീസ് S23, S24 ഒക്കെ സീരീസിൽ ക്യാമറ എങ്ങനെയാണ് ഡിസൈൻ ചെയ്തേക്കുന്നത് ആ ഒരു ഡിസൈനാണ് ഒരു കോപ്പി യൂസ് ചെയ്തേക്കുന്നത്. അത്യാവശ്യം നല്ല ക്യാമറയും കാര്യങ്ങളൊക്കെയാണ് ഈ ഫോൺ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അടുത്തുള്ള മൈജിയിലോ അല്ലെങ്കിൽ റെഡ്മിയുടെ സെൻറ്ററിലോ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോൺ കിട്ടുന്നതാണ്. മാത്രമല്ല ഓൺലൈനിലും ഈ ഫോണുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ കയ്യിലെടുത്ത് പിടിച്ച് നോക്കി വാങ്ങുന്ന താല്പര്യപ്പെടുന്നവർ ഓഫ്ലൈനിൽ പോവുക, അല്ലാതെ ഒരു ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുക. നല്ല ഫോണായിട്ട് ഇത് പറയാനുള്ള ഞാൻ നേരത്തെ പറഞ്ഞ വിവോനെക്കാട്ടും നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണാണ് റെഡ്മി 15. മാത്രമല്ല ഇതിനൊരു പ്രത്യേകത ഉണ്ട്. അതായത് 144 Hz റിഫ്രഷ് റേറ്റാണ് ഇതിന് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റും, മറ്റുള്ള ഫോണിലൊക്കെ 120 Hz തരുന്നത്, ഇത് 144 Hz തരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള ഫോണാണിത്. മാത്രമല്ല ഇത് ഒരു ബാറ്ററി ലൈഫ് എന്ന് പറയുമ്പോൾ 2 day ബാറ്ററി ലൈഫ് സുഖമായിട്ട് കിട്ടും. മാത്രമല്ല ഇതിൻ്റെ പോരായ്മ എന്ന് പറയുമ്പോൾ ബെസൽസ് അല്പം തിക്കാണ്. അത് മാത്രമാണ് ഇതിന് പോരായ്മയായിട്ട് ഞാൻ കണക്കൂട്ടിയേക്കുന്നത്. ബാക്കി എല്ലാം അടിപൊളി കാര്യങ്ങളാണ്. ഇനി മൂന്നാമത്തെ ഫോൺ എന്ന് പറയുമ്പോൾ ഒരു ഫാനുള്ള ഫോണാണ്. നിങ്ങളത് ഫാൻ നോക്കിച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഇൻബിൽഡായിട്ട് ഫോണിനകത്ത് തന്നെ ഒരു ഫാൻ വരുന്നുണ്ട്. ഫോണിൻ്റെ പേരെന്ന് പറയുമ്പോൾ റെഡ്മി K13 ടർബോ പ്രോ എന്നാണ്. അതായത് ഗെയിം കളിക്കുന്നവർക്ക് വേണ്ടി ചെയ്തേക്കുന്ന ഒരു സെറ്റപ്പാണ് ഫാൻ എന്ന് പറയുന്നത്. അതായത് ബാക്ക് ക്യാമറയുടെ അടിയിലായിട്ട് ബമ്മിൻ്റെ അടിയിലായിട്ട് ഒരു ഫാൻ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് പ്രൊസസ്സർ കൂളാവാനായിട്ട് മാക്സിമം കൂളാക്കി ലാഗും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഗെയിം കളിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു പരിപാടിയാണ് ഇവർ ചെയ്തേക്കുന്നത്. ഇവരും 7000 mAh ബാറ്ററി തന്നിട്ടുണ്ട്. മാത്രമല്ല 80 വാട്ട്സ് ഫാസ്റ്റ് ചാർജിങ്ങിന് വരുന്നത്. അതായത് 7000 mAh ബാറ്ററി 80 വാട്ട്സ് ഫാസ്റ്റ് ചാർജ് കയറുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മണിക്കൂറിനുള്ളിൽ ഫുൾ ചാർജ് ആവാൻ പറ്റും ആ ഫോണിന്. ഗെയിമിങ്ങിൻ്റെ സീരീസ് നോക്കുകയാണെങ്കിൽ PUBG, അതുപോലെ തന്നെ കോൾ ഓഫ് ഡ്യൂട്ടി, അതൊക്കെ ലാഗില്ലാതെ നമുക്ക് ഹീറ്റിംഗ് ഇല്ലാതെ തന്നെ നമുക്ക് സുഖമായിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു ഫോണാണ് റെഡ്മി K13 ടർബോ പ്രോ എന്ന് പറയുന്ന ഫോൺ. ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ LTPS AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. 50 മെഗാപിക്സൽ മെയിൻ ക്യാമറ വരുന്നുണ്ട്. അതിൽ 4K 60 ഫ്രെയിം പെർ സെക്കൻഡ് വരെ റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ 16 മെഗാപിക്സൽ വരുന്നത്. ഫുൾ HD 30 ഫ്രെയിം പെർ സെക്കൻഡ് വരെയാണ് പറ്റുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഫോണുകളിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഫോൺ എന്ന് പറയുമ്പോൾ റെഡ്മി 15 ആണ്. അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ കാരണം ഞാൻ പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ കാരണം നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ഓണത്തിന് അപ്പോൾ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. മൈജിയിൽ പോവുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള മൈജി സ്പോൺസർ ചെയ്യുന്ന വീഡിയോ അല്ലാതെ എന്നാലും പറയുകയാണിത്. മൈജിയിൽ പോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് മേടിക്കാൻ പറ്റും. അപ്പോൾ ഈ ഓണം നമ്മൾ തകർക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.